പ്രധാനപ്പെട്ട യൂണിയൻ്റെ നേതാക്കന്മാർ തന്നെയാണ്. ഞാനല്ലാതെ ഇത് അറിയുന്ന ആളല്ല. ഞാൻ പുറത്ത് നിൽക്കുന്നൊരു MLA ആയിരുന്നു കഴിഞ്ഞ ദിവസം വരെ. ഞാൻ ഇടപെട്ടിട്ടുമില്ല. പക്ഷേ എന്നോട് യൂണിയൻ നേതാക്കളും വിവിധ യൂണിയൻ്റെ പ്രമുഖ നേതാക്കൾ ഹയർ റാങ്കിലുള്ള നേതാക്കന്മാരാണ് എനിക്ക് പറഞ്ഞു തന്നത്. അവർ പറഞ്ഞു കേട്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. അവരതിൽ പ്രവർത്തിക്കുന്നില്ല. അവർ പറഞ്ഞു കേട്ട് ഞാനൊന്ന് അന്വേഷിച്ചു, ശരിയാണോ എന്ന് ചില ഉദ്യോഗസ്ഥരോട് ചോദിച്ചോ, ശരിയാണെന്ന് അവരും പറഞ്ഞു. അതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നം. ഞാനും മുൻമന്ത്രിയും തമ്മിൽ ഒരു പ്രശ്നമില്ല. പിന്നെ നല്ല സുഹൃത്തുക്കളാണ്. പിന്നെ എൻ്റെ അച്ഛൻ്റെ കൂടെ അദ്ദേഹം MLA ആയിരുന്നുള്ള കാര്യം, ഞാൻ 5 തവണ MLA ആളാണ്. എൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ MLA ആയിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും ഒരു ക്ലാസിഫിക്കേഷനല്ല. നമ്മൾ ധനകാര്യ വകുപ്പിൽ നിന്ന് പണം നമുക്ക് വരുന്നുണ്ടല്ലോ, അത് റിലീസ് ചെയ്യാൻ ധനകാര്യ വകുപ്പിന് ഒരുപാട് നമുക്ക് മനസ്സിലാക്കണം. ഒരുപാട് ആവശ്യങ്ങൾ ധനകാര്യ വകുപ്പിന് വരികയാണ്. വരുമ്പോൾ ഈ പൈസ ഇങ്ങനെ റോൾ ചെയ്താണ് പോകുന്നത്. നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നൊന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഇതിങ്ങനെ റോൾ ചെയ്ത് പോവുകയാണ്. അപ്പോൾ അവർ സാമ്പത്തികമായി നമ്മുടെ സംസ്ഥാനത്തിന് ശമ്പളം കൊടുക്കണം, നടത്തിക്കൊണ്ട് പോകണം. KSRTCക്ക് അടക്കം കഴിഞ്ഞ കുറേ നാളായി കേരള സർക്കാരല്ലേ ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ അവരത് മറിച്ചുകൊണ്ട് പോകുമ്പോൾ അവരുടേതായ പരിമിതിയുണ്ട്. പക്ഷേ അത് ഞങ്ങൾ മിനിസ്റ്ററുമായിട്ടും പിന്നെ ഫൈനാൻസ് സെക്രട്ടറിയായിട്ടൊക്കെ സംസാരിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഞാനൊരു പരിഹാരം. ഇല്ല, അങ്ങനെയല്ല. പണം വരുന്നുണ്ട്, പണം കലക്ടറോട് കൈമാറുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പരാതി. അതെന്താണെന്നുള്ള കാര്യം ഞങ്ങൾ ഫൈനാൻസ് സെക്രട്ടറിയുമായിട്ടും ഫൈനാൻസ് മിനിസ്റ്ററുമായിട്ടും സംസാരിച്ചതിന് ശേഷം അത് ഞങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. കാരണം കലക്ടറോട് കൊടുക്കേണ്ടതാണല്ലോ പൈസ. നമ്മൾ ഫൈൻ അടിച്ചു, നമ്മുടെ ഖജനാവിൽ വന്നു. ആ ഖജനാവിലെ ഒരു റോളിംഗ് നടക്കുകയാണ്. അത് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം ഒരു ചുമതലയല്ലല്ലോ. അല്ല, അതൊന്നും നശിച്ചു പോയൊന്നുമില്ല. പൊതുമുതൽ ചെലവഴിച്ചൊരു സ്ഥാപനം ഉണ്ടാക്കുക, അത് ദിവസങ്ങൾക്ക് ശേഷം നശിപ്പിച്ച് കളയുക, അതിന് ഒരു കാരണവശാലും അനുവാദം കൊടുക്കില്ല. ഈ ബസ്സുകൾ തന്നെ, ഈ ബാറ്ററി ബസ് തന്നെ തിരുവനന്തപുരത്തുണ്ട്. എനിക്കൊരു വ്യക്തി പൗരൻ എന്ന നിലയിൽ ഒരു സങ്കടം, അത് കഴുകാറില്ല എന്നുള്ളതാണ്. ഇതുവരെ കഴിയില്ല. സത്യമല്ലേ ഞാൻ പറഞ്ഞു? ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴും കണ്ടു, ആ വണ്ടി ഇറക്കിയിട്ട് 1 മാസം 1.5 മാസമായിട്ടുള്ളൂ, അത് ഇന്നും കഴുകിയിട്ടില്ല. വെള്ളമില്ലാത്തടത്ത് കൊണ്ടുവന്ന് കാർ വാഷ് വെച്ചാൽ കണ്ട് വെള്ളമുള്ള സ്ഥലത്ത് വയ്ക്കണം. തോട്ടിൻ്റെ കരയിലെങ്ങാണ് കിണർ കുത്തിയിട്ട് അവിടെ വയ്ക്കണം. അതാണ് കുഴപ്പം. കാർ വാഷ് വെച്ചു, പക്ഷെ വെള്ളമില്ല. അതുകൊണ്ട് എന്ത് കാര്യം? ഈ കാർ വാഷൊന്നും KSRTC ബസ്സിന് പറ്റില്ല, കാറിനൊക്കെ പറ്റും. കാരണം തന്നെ നമ്മുടെ കാറുകൾക്കൊരു എയറോഡൈനാമിക് ഷേപ്പുണ്ട്. അതിലൂടെ കാർ കടന്നു പോകുമ്പോഴേ ഇതിനകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിലത്തെ കണ്ണാടിയിലും പിന്നെ ഇവർ ഈ സൈഡിൽ തകിട് വെച്ചടിച്ചളയും. നല്ല സ്വിഫ്റ്റ് വണ്ടിയുടെ സൈഡിലൊക്കെ പച്ച കളറിൽ റിവറ്റ് വെച്ചടിച്ചളയും. ആണി അടിച്ച് കയറ്റിയിട്ട് ഒരു പച്ച കളർ പലക ഇടിച്ചിടത്തേ ഒരു പാച്ച് വയ്ക്കും. ഈ പാച്ചിലൊക്കെ ഇത് വന്ന് കുരുങ്ങിയാൽ പിന്നെ മെഷീനോട് പറഞ്ഞു പോകും. അതുകൊണ്ട് അതല്ല, മാനുവലി തന്നെ കഴുകേണ്ടി വരും. കംപ്രസറൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് മാനുവലി കഴുകാനുള്ള ഏർപ്പാടുണ്ട്. അതിനെ ഒന്ന് സ്ട്രീം ലൈൻ ചെയ്യും. ആ വണ്ടി ഞാൻ ഇന്ന് ആലോചിക്കായിരുന്നു, ഉദ്ഘാടനം ചെയ്തപ്പോൾ കണ്ടതാണ്. പിന്നെ ഇപ്പം ഇന്ന് രാവിലെ കണ്ടപ്പോൾ കഴുകിയിട്ടില്ല. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ആണോ? സത്യമാണോ? അതൊക്കെ നല്ല സാധനമല്ലേ, നല്ല പുതിയ വണ്ടിയല്ലേ, കഴുകി വൃത്തിയാക്കി വയ്ക്കണ്ടേ?